ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഉറക്കത്തിൽ എണീച്ച് വരുമ്പോൾ ഈ ഉറക്കപ്പിച്ചൊക്കെ കാണിക്കാതെ ഇവിടെ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കണേന്ന്. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. ഇത്ര ഹാപ്പി ആയിട്ട് എണീച്ച് വരുമ്പോഴേക്കും ആ ഡേ ഫുള്ളും അത്രയും ഹാപ്പി ആയിട്ട് തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റാറുണ്ട് കേട്ടോ. ആദ്യം തന്നെ പല്ലൊക്കെ തേച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ ചെയ്യണ കാര്യം പുറത്ത് പോയിട്ട് കടയിൽ എന്തെങ്കിലും തിന്നാൻ്റെ നോക്കും. ഇന്നെന്തോ സൺഡേ ആയതുകൊണ്ടാണോ തോന്നുന്നത്, ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൽ ചെറിയ സങ്കടം ഉണ്ടെങ്കിലും അതൊക്കെ ചോറ് കഴിച്ച് തീർക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു കറി മാത്രമുള്ളപ്പോൾ ചോറ് തിന്നാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ നല്ലോണം ചോറെടുത്ത് കഴിക്കും കേട്ടോ. അതായത് ഈ എടുത്ത ചോറ് ഞാൻ ഫുൾ കഴിക്കുകയും ചെയ്യും. പക്ഷെ പുറത്താണെങ്കിൽ എത്ര വിശപ്പുണ്ടെങ്കിലും എത്ര ആക്രാന്തം ഉണ്ടെങ്കിലും എനിക്കങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി കൂട്ടി കഴിക്കാൻ പറ്റാറില്ല. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ പയ്യെ റൂമൊക്കെ ഒന്ന് ഒതുക്കാനായിട്ട് മുന്നേ ഞാൻ നേരത്തെ ജനൽ തുറന്നിടും. അതായത് ഇത്ര നേരം റൂമൊക്കെ അടച്ചിട്ടേക്കണേയാണല്ലോ. അപ്പോൾ ഈ മഴയുടെ കാറ്റും തണുപ്പൊക്കെ ഒന്ന് അകത്ത് തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ബുക്ക് എടുത്ത് നോക്കും. ഇത് കുറച്ച് വചനങ്ങളാണ്. അതിൽ നോക്കിക്കഴിയുമ്പോൾ നല്ല വാക്കൊക്കെയാണ് കിട്ടണമെങ്കിൽ ഒരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ ഇങ്ങനെ ഡെയിലി റൂം ക്ലീൻ ചെയ്യേണ്ട ആവശ്യം എനിക്ക് വരാറില്ല. ഡെയിലി അടിച്ചു വാരി തുടക്കാറുണ്ട്. പിന്നെ ബെഡൊക്കെ ഞാൻ ഉറങ്ങി എണീച്ചാൽ പോലും അത്ര ചുളുങ്ങിക്കൂടി അലമ്പാവാറില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ പണിയൊന്നും അവിടെയും പോകില്ല. ടേബിളും ഒക്കെ എപ്പോഴും നീറ്റായിട്ട് തന്നെ ഇടാൻ ഞാൻ നോക്കാറുണ്ട്. എനിക്കിങ്ങനെ റൂം നീറ്റായിട്ട് കിടന്നാലാണ് കയറി ഒന്ന് ഇരിക്കാനും കിടക്കാനൊക്കെ തോന്നാറുള്ളൂ കേട്ടോ. ഇതാണ് എൻ്റെ റൂം. ഇതിപ്പോൾ റൂം ടൂർ പോലെ ആയി. ഇതാണ് എൻ്റെ കണി. എങ്ങാട് തിരിഞ്ഞാലും ഈ ഫോട്ടോസ് കണ്ട് എണീക്കണം എന്നുള്ളത് എനിക്കൊരു നിർബന്ധമാണ്. പിന്നെ നമുക്ക് തുണി കഴുകാനുണ്ട്. തുണി കഴുകാൻ പറഞ്ഞാൽ വെള്ളം വന്ന ദിവസങ്ങളാട്ടോ നമുക്ക് തുണി കഴുകാൻ പറ്റാറുള്ളൂ. അതായത് ഇവിടെ 2 ദിവസം കൂടുമ്പോൾ വെള്ളം വരുമ്പോൾ വെള്ളം നമ്മൾ തുണി കഴുകും. പിന്നെ ഞാൻ എണ്ണയൊക്കെ ഇട്ടൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് ആകെ അലാക്കായിട്ട് കിടക്കണേ. ഞാൻ അങ്ങനെ കണ്ടീഷണർ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഉപയോഗിക്കുക, അതായത് ഹെയറിന് വേണ്ട കെയറൊന്നും നല്ല രീതിക്ക് കൊടുക്കാത്ത ഒരാളാണ്. അങ്ങനെ എണ്ണയൊക്കെ ഇടാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും എന്തോ രാവിലെ തന്നെ ജലദോഷം. അത് മിക്കപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഇച്ചിരി കൂടുതലായിരുന്നു. അലർജി ഉള്ളവർക്ക് ഇത് റിലേറ്റ് ആവും. കാരണം നമുക്ക് ഒരു സ്മെല്ലും പറ്റില്ല. അതായത് കറി താളിക്കുന്ന സ്മെല്ല്, ബുക്കിൻ്റെ സ്മെല്ല്, ഡ്രസ്സിൻ്റെ സ്മെല്ല്. നമുക്ക് പെട്ടെന്ന് തന്നെ ജലദോഷവും വന്നിട്ടുണ്ടെങ്കിൽ പനി വന്നതിനേക്കാളും ക്ഷീണമായി പോകും. ഞാൻ ഇന്ന് ബ്ലീച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പിന്നെ അൺവാണ്ടഡ് ഹെയർസ്, ഫേഷ്യൽ ഹെയർസൊക്കെ റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ എനിക്ക് ആ റേസറും കാര്യങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ടും ഫെമ്മൊന്നും വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ തൽക്കാലം ഇരുന്ന ഈ ഒരു പീൽ ഓഫ് മാസ്ക് ഇടാമെന്ന് വിചാരിച്ചു. ഇതിടണത് സത്യം പറഞ്ഞാൽ വെറുതെയാണ്. ഇതിലില്ലാട്ടാ. ഇതിൻ്റെ ആത്മാവ് പിഴിഞ്ഞാണ് ഞാൻ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല മാറ്റമൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ ഇല്ല. എനിക്ക് നല്ല രീതിക്ക് കണ്ണൊക്കെരിയാണ് കേട്ടോ. അതിൻ്റെ സ്മെല്ലും ഒരു കുത്തണ സ്മെല്ലാണ്. പക്ഷേ ഓക്കെ പ്രൊഡക്റ്റാണ്. ഞാൻ വെറുതെ ഒരു പേരിന് ഇടണം എന്നുള്ളത്. അതായത് നമ്മൾ ഈ കയ്യിൽ ഈ ഫെവിക്കോളൊക്കെ തേച്ചിട്ട് അത് പൊളിച്ച് കളയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യണം എന്നുള്ളൂ. ഇതാട്ടെ ഞാൻ എൻ്റെ കയ്യിലെ ടാനാണ് ഈ നോക്കണത്. നമ്മൾ ഫേസിലേക്കൊക്കെ തൊടുമ്പോഴാണ് എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. കയ്യിലും കാലുമാണ് മെയിനായിട്ട്. പിന്നെ നമ്മൾ അലക്കാനുള്ള ഡ്രസ്സൊക്കെ കഴുകാൻ പോയി. എനിക്ക് അത്ര പീക്ക് ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ് തുണി കഴുകുക എന്നുള്ളത്. അതായത് എനിക്കറിയാൻ പാടില്ല, ഒരു പ്രസവിച്ച സുഖം. ഈ തുണി കഴുകി കഴിഞ്ഞിട്ടേ റൂമിലേക്ക് അങ്ങോട്ട് കയറി വരുമ്പോൾ റൂം മൊത്തം അടിച്ച് നനച്ചങ്ങ് കഴുകിയ ഒരു ഫീൽ വരും. നമുക്കാണെങ്കിൽ വാഷിംഗ് മെഷീൻ അലക്കുകയല്ല അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തുണി കഴുകൽ കുറച്ച് പാടല്ലേ എന്ന് ചോദിച്ചാൽ ഭയങ്കര പാടാണ്. ഷോൾഡറും കൈയൊക്കെ നല്ലോണം വേനെടുക്കും. വൈറ്റ് കളറിലെ ഡ്രസ്സൊക്കെ കഴുകാനുണ്ടെങ്കിൽ എൻ്റെ അമ്മച്ചി അന്നത്തെ ദിവസം പറയണ്ട. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഫേസിലിട്ട സാധനമൊക്കെ ഉണങ്ങിയാന്നൊക്കെ നോക്കണ്ടേ. എൻ്റെ കോലം കണ്ടായിരിക്കും മൊത്തം ഡാർക്ക് സർക്കിൾസ് വന്നു. ആകെ എനിക്ക് ക്ഷീണമുണ്ട്. അത് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. പിന്നെ പയ്യെ വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചിട്ട് ഉപ്പ് വെള്ളത്തിൽ കുളിക്കാമെന്ന് വിചാരിച്ചു. അതായത് ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഉറക്കമൊന്നും അങ്ങനെ കറക്റ്റല്ല. എക്സാമൊക്കെ ആവാറായി. അതിൻ്റെ ചെറിയ ടെൻഷനും വർക്കൊക്കെ ഇനി നോക്കണമല്ലോ. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല. അതല്ലാതെ ഫുഡ് കഴിക്കലൊക്കെ ഉണ്ട്. പക്ഷെ കാര്യമായിട്ട് എൻ്റെ ഫേസിലൊക്കെ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. പഴയ വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും ഞാൻ വിചാരിക്കും എല്ലാ ഭംഗിയും പോയല്ല, ഈശ്വരയിൽ എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുമെന്ന് എപ്പോഴും ആലോചിക്കാറുണ്ട്. എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണം, സ്കിൻ കെയർ ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഞാൻ. ഫേസ് പാക്കൊക്കെ ഇട്ട കാലം ഞാൻ മറന്നു. അതൊക്കെ ആദ്യം മുതൽ നോക്കണം. അങ്ങനെ ഇവിടെ വെള്ളമൊക്കെ തിളച്ച് അങ്ങനെ അതിൽ കുറച്ച് പച്ചവെള്ളമൊക്കെ ആഡ് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടൊക്കെ മരുന്ന് കഴിക്കാനുണ്ടായി. ഈ മരുന്ന് ഞാൻ നിർത്തിയതാണ്. ഇതിന് മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു 10 ദിവസം കഴിച്ചിട്ട് റിസൾട്ട് പറയാമെന്ന്. പക്ഷേ അത് ഫസ്റ്റ് ദിവസം തന്നെ നിർത്തേണ്ടി വന്നു. കാരണം ആയുർവേദത്തിലേക്ക് പെട്ടെന്ന് മാറിയപ്പോൾ എൻ്റെ ബോഡി അതായിട്ട് അങ്ങോട്ട് ഇതായില്ല. പിന്നെ അമ്മ എനിക്ക് ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ടോണിക്കാണിത്, ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട്. എനിക്കിതൊന്നും കഴിക്കാൻ വലിയ താല്പര്യമില്ല. പക്ഷെ അമ്മ ഒരു 10 ഡേയ്സ് കഴിച്ച് നോക്കുമെന്ന് നിർബന്ധം പറയാൻ കാരണം കഴിച്ച് നോക്കിയിട്ട് പറയാമെന്ന് വിചാരിച്ചു. റിസൾട്ട് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇന്ന് 12 മണിക്കാണ് എണീക്കണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ രാവിലെ മുതൽ നല്ല മഴയുണ്ട്. അപ്പം മുസ്തുവിനെ വിളിച്ചിട്ട് പുറത്ത് പോയാലോ എന്ന് പറഞ്ഞു. സാധാരണ അങ്ങനെ പറയാത്ത ഒരാളാട്ടോ ഞാൻ. കാരണം ഞാൻ മുറ്റത്ത് വരെ ഇറങ്ങാൻ ഭയങ്കര മടിച്ചാണ്. പക്ഷേ ഇന്ന് മുസ്തുവിനോട് അപ്പം തന്നെ ഓക്കെ പറഞ്ഞു. അപ്പം അങ്ങോട്ട് പോകണതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ പറയാം കേട്ടോ. പിന്നെ വേഗം വൈകിട്ട് ആവണ മുന്നേ തിരിച്ച് വീടെത്തി. വീട്ടിൽ വന്നപ്പോൾ ചക്ക ഉണ്ടായി. പിന്നെ അങ്ങാടും ഇങ്ങാടൊക്കെ നടന്ന് അതൊക്കെ പിറക്കി നിന്ന് കിടന്നുറങ്ങി.